ഗൃഹശ്രീ, സുരക്ഷാ ഭവനം, എൻ ലക്ഷം വീട് കോളനി, ഇത്തരം പദ്ധതികളിലൂടെ വളരെ നാമമാത്രമായി 5000-ൽ താഴെ വീടുകൾ മാത്രമാണ് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് സുരേഷ് കുമാർ, ഇക്കാര്യം കഴിഞ്ഞ 10 വർഷം വളരെയധികം ഡിബേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. കഴിഞ്ഞ 10 വർഷം വളരെ ഡിബേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഈ കണക്ക്. പിന്നീട് മന്ത്രി തോമസ് ഐസക്കും മന്ത്രി KT ജലീലും സുരേഷ് കുമാർ ശരി ഇക്കാര്യത്തിൽ ഡോക്ടർ തോമസ് ഐസക്കും KT ജലീലും പിന്നീട് LDF സർക്കാരിന്റെ കാലത്ത് നിയമസഭയിൽ വ്യത്യസ്ത കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അത് നിരവധി തവണ ഡിബേറ്റ് ചെയ്യപ്പെട്ട സംഭവമാണ് ആ കണക്ക് സംബന്ധിച്ച്. പക്ഷെ പ്രശ്നം അതല്ല, നിങ്ങൾ ആരാണ് കൂടുതൽ വീട് നൽകിയെന്നുള്ളതല്ല പ്രശ്നം സുരേഷ് കുമാർ. ഈ ചർച്ചയുടെ മർമ്മം തന്നെ നിങ്ങൾ ആരാണ് കൂടുതൽ വീട് നൽകിയെന്നതല്ല. ചിലപ്പോൾ നിങ്ങളായിരിക്കും മികച്ചത്, LDF ആയിരിക്കും കൂടുതൽ വീട് നൽകേണ്ടാവുക. എന്റെ ചോദ്യം അല്ലല്ല, അതല്ല തർക്ക വിഷയം. എന്റെ ചോദ്യം, ഈ പറയുന്ന വികേന്ദ്രീകരണ ആസൂത്രണത്തെ കുറിച്ച് ലീഗ് സംസാരിക്കുന്നു, നിങ്ങൾ നിശബ്ദരാകുന്നു. ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ സുരേഷ് കുമാർ? ഞാൻ കൃത്യമായിട്ട് പറയാം. ഇവിടെ 6 ലക്ഷം വീടിനപ്പുറമല്ല, 6 ലക്ഷം വീട് കൊടുത്തതിനപ്പുറമല്ല ഇവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ UDF ഒരു ഭവന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭവന പദ്ധതിയുടെ പേര് ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് UDFന്റെ പ്രതിനിധിക്ക് പറയാനുള്ള അവസരമുണ്ട്. അപ്പോൾ പറയുക. ഇവിടെ ചോദിച്ചത്, ഇവിടെ സംരംഭങ്ങൾ സൗഹൃദമായിട്ടുള്ളൊരു സംസ്ഥാനമല്ല കേരളമെന്ന് ഞങ്ങൾ അധികാരത്തിൽ ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ, അതായത് ആ 1ാം പിണറായി സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ UDF വലിയ പ്രചാരവേല നടത്തി. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അത്തരത്തിലൊരു കള്ള പ്രതീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായ ഒരു പരിശ്രമം കൊണ്ടുവന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കകത്ത് ഒരു സംരംഭക സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റ് നടത്തി. അതാണ് ഈ ലൈസൻസിന്റെ കൊടുക്കുന്നതും മറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ. അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരാണ്, എല്ലാവിധ പിന്തുണയും നൽകിയവരാണ് UDFന്റെ ജനപ്രതിനിധികൾ. ഇന്ന് വന്ന് നിന്ന് മാറ്റി പറയുകയാണ് ഞങ്ങൾ ഇപ്പോ സുരേഷ് കുമാർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികളുടെ അധികാരം വെട്ടിച്ചുരുക്കി ആ അധികാരം ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നത് ശരിയായിരുന്നു എന്ന് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലല്ല, അത്തരത്തിലുള്ള ഒരു പ്രക്രിയയും നടന്നിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ കാലയളവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത്, അജിബ് ഞാൻ പറയട്ടെ, ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഇലക്ഷൻ നടന്നിട്ടില്ല. കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വികേന്ദ്രീകൃത ആസൂത്രണത്തെ തകർത്തെറിഞ്ഞിട്ടേ ഉള്ളൂ. ഒരിടത്തും കൃത്യമായി ഇലക്ഷൻ പോലും നടത്തുന്നില്ല. അവർ ഇവിടെ ശക്തമായി കിടയറ്റ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സംവിധാനം നിലവിലുള്ളപ്പോൾ അതിനെ ഏതെല്ലാം രൂപത്തിൽ ദുർബലപ്പെടുത്താമെന്നുള്ള ഗ്രഹപാഠം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തി രാജ് ആക്ട്, മുനിസിപ്പാലിറ്റി ആക്ട് തുടങ്ങി 15ഓളം നിയമങ്ങൾ ഭേദഗതി ചെയ്തതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ ചോദിച്ചത്. അതിനെന്ത് ന്യായീകരണമുണ്ട്? ചുമട്ടു തൊഴിലാളി ഭേദഗതി നിയമം വരെ ഞാൻ ചോദിക്കട്ടെ, ആ തൊഴിൽ ക്ലെയിം ചെയ്യാനുള്ള ചുമട്ടു തൊഴിലാളിയുടെ അവകാശം വരെ ഇല്ലാതാക്കി പിണറായി വിജയൻ സർക്കാർ. അതേക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, കേരളം ഒരു നിക്ഷേപക സൗഹൃദ സംസ്ഥാനമല്ല എന്ന രൂപത്തിൽ വലിയ ആക്ഷേപം 1ാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരമേൽക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അതിന്റെ പരിണിത എന്നോടല്ലേ ക്വസ്റ്റ്യൻ? അത് ശരിയായ നിലപാടായിരുന്നു വിശ്വസിക്കുന്നത്. അന്ന് അതിന് കൈയടിച്ച് എല്ലാവിധ പിന്തുണയും നൽകി. അവര് കൈയടിച്ചെന്നുള്ളത് വേറെ കാര്യം. അല്ല, UDF മിണ്ടിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. UDF എതിർത്തിട്ടില്ല. പക്ഷേ അത് ശരിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞ് പൂർത്തീകരിച്ചില്ല. ഇപ്പൊ ലൈഫ് ഭവന പദ്ധതി അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢതന്ത്രം അണിയറയിൽ ഒരുങ്ങുകയാണ്. ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഈ റവന്യൂ പരിഷ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ ബില്ലായിരുന്നാലും ശരി, ഭൂപരിഷ്കരണ ബില്ലായിരുന്നാലും ശരി, കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളായിരുന്നാലും ശരി, ജനശ്രീ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ തകർത്തതായിരുന്നാലും ശരി, ഈ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതികളായിരുന്നാലും ശരി, എല്ലാം തകർക്കുന്ന സമീപനം സ്വീകരിച്ചൊരു വലതുപക്ഷ കാഴ്ചപ്പാട് കോൺഗ്രസും മുസ്ലിം ലീഗും അണിയറയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ ലൈഫിലേക്ക്, പട്ടയ വിതരണത്തിലേക്ക്, ക്ഷേമ പെൻഷനിലേക്ക്, എല്ലാത്തരം